ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിന് തൊട്ടു മുൻപേ തന്നെ ഇപ്പോൾ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാവായ ജഗദീഷ് ഷെട്ടാർ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ മുൻ കർണാടക മുഖ്യമന്ത്രി BS യെഡിയൂരപ്പയുടെയും BJP സംസ്ഥാന അധ്യക്ഷൻ VY വിജേന്ദ്രയുടെയും സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം നടത്തിയത്. മുതിർന്ന നേതാവിനെ തിരികെ എത്തിക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെന്ന കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാറിന്റെ ആരോപണങ്ങൾക്കിടെയാണ് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ നീക്കം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു ഷെട്ടാർ കോൺഗ്രസിലെത്തിയത്. തുടർന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ഡഹുവള്ളി ധർവാഡ് സെൻട്രലിൽ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും കനത്ത പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസ് ഷെട്ടാറിനെ കർണാടക നിയമനിർമ്മാണ കൗൺസിൽ അംഗമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് ഷെട്ടാറിനെ BJP മത്സരിക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്. മുതിർന്ന ലീഗായുധ നേതാവ് മത്സരിക്കാൻ സീറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവികളോ നേതൃത്വം നൽകിയേക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഷെട്ടാർ അടക്കമുള്ള ലീഗായുധ നേതാക്കളെ തഴഞ്ഞാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിലേക്ക് നയിച്ചതെന്ന വികാരം BJP നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ ലീഗായുധ പിന്തുണ തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഷെട്ടാറിനെ തിരിച്ചെത്തിച്ചതെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇനിയും നേതാക്കളെ BJP പാർട്ടിയിൽ എത്തിച്ചേക്കുമെന്നതാണ് കണക്കാക്കപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 350 സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് BJP തിരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് ഇറങ്ങുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നടക്കം കൂടുതൽ സീറ്റുകൾ BJP ഇക്കുറി ലക്ഷ്യം വെക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വൻ വിജയം ഉറപ്പാക്കാൻ മറ്റു പാർട്ടികളിൽ സ്വാധീനമുള്ള ശക്തരായ നേതാക്കളെ അടക്കം പാർട്ടിയിലെത്തിച്ച് മത്സരിപ്പിക്കാൻ BJP ലക്ഷ്യം വെക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേർ പാർട്ടിയിൽ എത്തിയേക്കുമെന്നാണ് അവർ കരുതുന്നതും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.